പ്രത്യാശയുടെ പ്രവാചകരാകാൻ, തീർത്ഥാടകരാകാൻ നമ്മെ ക്ഷണിക്കുന്ന ഈ 2025 സമ്പത്തിൻ്റെ സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവവചനവും സഭാപഠനങ്ങളും നമ്മളോട് എന്ത് പറയുന്നു, നമ്മളെ എന്ത് ചിന്തിപ്പിക്കുന്നു എന്നതാണ് ഓരോ എപ്പിസോഡിലൂടെയും നമ്മൾ വിശകലനം ചെയ്യുന്നത്. സമ്പത്തിൻ്റെ സുവിശേഷം എന്ന ഈ പഠന വിചിന്തന പരമ്പരയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. സമ്പത്ത് മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാനാവുക എന്നത് ഒരു സുവിശേഷ ചൈതന്യത്തിൽ എപ്രകാരം സാധ്യമാകും എന്നതാണ് നമ്മുടെ പ്രധാന പ്രതിപാദ്യ വിഷയം. ബൈബിളിൽ കർത്താവ് പറഞ്ഞ ഉപമകളിലെല്ലാം തന്നെ മിക്ക ഉപമകളിലും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട സമ്പത്ത് സ്വരൂപിക്കുന്നതും ഉപയോഗിക്കുന്നതും നൽകുന്നതും വിതരണം ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചിന്താശകലങ്ങൾ കർത്താവ് പങ്കുവയ്ക്കുന്നുണ്ട്. മനുഷ്യജീവനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട പല ഘടകങ്ങൾ, അത് വിത്താകാം, കളയാകാം, വയലാകാം, പല രീതിയിൽ സാമ്പത്തിക ചിന്തകൾ, ഒരു കടുകുമണിയോളം വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഒരു പ്രകൃതി വിഭവങ്ങളുമായിട്ട് ചേർത്ത് പിടിച്ച് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ട് മാത്രമല്ല അനുഗ്രഹീതമാകുന്നു. അതിൻ്റെ അർത്ഥം സമ്പത്തിനോടൊരു നിഷേധാത്മകമായ മനോഭാവം ഉണ്ടാകണമെന്നല്ല. പലപ്പോഴും പലരും എന്നോട് പറയാറുണ്ട്, പണം ഒരു തിന്മയാണ്, അതുകൊണ്ട് പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ തെറ്റാണ്, അത് പിശാചാണെന്നൊക്കെ. സമ്പത്തിനെ ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ്, വിഭവങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ദൈവം നമുക്ക് നൽകിയത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ ആളുകളിൽ തന്നെ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നത്, ദൈവം മനുഷ്യനിത് ഭരമേൽപ്പിച്ചു, ഉപയോഗിക്കുവിൻ, ഫലഭൂയിഷ്ടി ഉള്ളതാക്കുവിൻ, കീഴ്പ്പെടുത്തുവിൻ എന്നൊക്കെ പറയുമ്പോഴും മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കാണിക്കേണ്ട ഒരു നേർരേഖയെക്കുറിച്ചും ഒരു ജീവിത ക്രമത്തെക്കുറിച്ചുമാണ് തമ്പുരാൻ പറയുന്നത്. എന്നാൽ ഈ വിഭവങ്ങളോട് അമിതമായി ഒട്ടിച്ചേരുകയോ അമിതമായി അതേക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുകയോ ചെയ്യുന്നത് തിന്മയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ ഭോഷ എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. റിച്ച് ഫൂൾ എന്ന ഹെഡിങ്ങോടുകൂടി ഭോഷനായ ധനികൻ അല്ലെങ്കിൽ ധനികനായ ഭോഷൻ, തിരിച്ചും മറിച്ചും നമുക്ക് പറയാം, എന്ന ഹെഡിങ്ങോടുകൂടി ലൂക്കാ സുവിശേഷൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വചന ചിന്തയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ ആധാരം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വളരെ മനോഹരമായിട്ട് കർത്താവ് സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവത്തെക്കുറിച്ചും സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ട രീതിയെക്കുറിച്ചുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു. സുവിശേഷം അല്ലെങ്കിൽ ദൈവവചനം കയ്യിലുള്ളവർക്ക് ആ ഭാഗം എടുക്കാം, നമുക്ക് വായിക്കാം. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. ഇത് വായിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, കർത്താവ് ലോകരക്ഷകനായിട്ടാണ് കടന്നു വന്നത്, സകല ജനങ്ങൾക്കുമുള്ള രക്ഷയുടെ സദ്വാർത്തയുമായിട്ടാണ് കടന്നു വന്നത്. ആ കർത്താവിനടുക്ക ചെന്ന് ഒരാൾ സ്വത്ത് വീതം വയ്ക്കണ കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്വത്ത് വീതം വയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തക്കവിധം അവരുടെ ജീവിതക്രമവുമായിട്ട് ദൈവത്തിന് അല്ലെങ്കിൽ ക്രിസ്തുവിന് ബന്ധമുണ്ടായി എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വളരെയധികം സാമ്പത്തിക ചിന്തകൾ നമുക്ക് തരുന്നുണ്ട്. അതിപ്രകാരം വായിച്ചു തുടങ്ങുന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. ഈ ഭാഗം വായിക്കുമ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നൊരു അധ്യാപിക എന്നുള്ള നിലയിൽ ഈ വചനഭാഗം വിശദീകരിക്കുമ്പോൾ ഈ സമ്പത്തിൻ്റെ സുവിശേഷവും അല്ലെങ്കിൽ കർത്താവ് നമുക്ക് നൽകുന്ന രക്ഷയുടെ സുവിശേഷവും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഈശോ ലോകത്തിലേക്ക് വന്നത് സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ സദ്വാർത്തയുമായിട്ടാണ്. എല്ലാ മേഖലയിൽ നിന്നുള്ളൊരു വിമോചനത്തിൻ്റെ സദ്വാർത്ത അവിടെയുണ്ട്. ഈശോയെ ഒരു പ്രവാചകനായിട്ട്, ഒരു റബ്ബിയായിട്ട് കണ്ട സമകാലിക മനുഷ്യർ ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കും, പിതൃസ്വത്ത് ഭാഗം വയ്ക്കാൻ ഈശോയുടെ സഹായം ചോദിക്കുകയാണ്. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുള്ള സമ്പത്ത്
ഈ സാമ്പത്തിക മേഖലയിൽ കൂടി കർത്താവിൻ്റെ ഒരു അധീശത്വം, ഇടപെടൽ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാവിക്കുന്നവനോ ആയി എന്നെ എങ്ങനെ ആരാണ് നിയമിച്ചത്? കർത്താവ് വന്നത് സകല മനുഷ്യർക്കും രക്ഷയുടെ സദ്വാർത്തയുമായിട്ടാണ്. എന്നാൽ അവരുടെ ചിന്തകൾ മുഴുവൻ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നതുകൊണ്ടാകണം കർത്താവിനെ ആ മേഖലയിലേക്ക്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഇടവകകളിലൊക്കെ വികാരിയച്ഛന്മാരെയും ചില സന്യാസ വൈദികരെയും ചില കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വിളിച്ചുകൊണ്ട് മനുഷ്യർ പോകാറുണ്ട്. കാരണം ഒരു ആത്മീയ സമ്പത്തുള്ള വ്യക്തികൾക്ക് ഭൗതികമായ കാര്യങ്ങളിലും കൂടി ഒരു വിവേകം, ദൈവാത്മാവിൻ്റെ വിവേകം, വിവേചനം എന്നുള്ളൊരു ഗിഫ്റ്റ് അതും കൂടി ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള മനുഷ്യൻ്റെ കണക്കൂട്ടലുകളിൽ നിന്ന് അല്ലെങ്കിൽ ചിന്തകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈശോയുടെ ഇവർ ചെന്നത്. കർത്താവ് സകല സ്വത്തിൻ്റെയും അധിപനായതുകൊണ്ടും ഈ സ്വത്ത് മനുഷ്യർക്ക് ധാരാളമായി നൽകിയതുകൊണ്ടും ഈ സ്വത്ത് കൈകാര്യം ചെയ്യാൻ മനുഷ്യൻ പ്രാപ്തനാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടുമൊക്കെ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പലപ്പോഴും തൻ്റെ ശിഷ്യന്മാർക്കും സ്ലീഹന്മാർക്കും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നുമുണ്ട്. ഇവിടെ കർത്താവ് തുടർന്ന് പറയുന്നുണ്ട്, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ കർത്താവിനെ സമീപിച്ച ഈ വ്യക്തികൾ ഒരു പക്ഷേ അമിതമായി സ്വത്ത് ആഗ്രഹിച്ചവരോ അമിതമായി തങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക മേധാവിത്വം വേണമെന്ന് കൊതിച്ചവരോ ആകാം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും. പണം അതിനാൽ തന്നെ ഒരു തെറ്റല്ല, പക്ഷേ പണത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, അതിമോഹം തെറ്റാണ് താനും. സുവിശേഷം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സഭയും നമ്മളെ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എത്തിക്കൽ ഓർ മോറൽ കൺസെപ്റ്റ് ഓഫ് മണി മാനേജ്മെൻറ്റാണ് സഭ പഠിപ്പിക്കുന്നത്. അതൊരു എക്ലേസിയൽ മെച്യൂരിറ്റിയുടെ ഒരു സഭാത്മക പക്വതയുടെ ഒരു ലക്ഷണമായിട്ടുമാണ്. നമുക്ക് പണം അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമൊക്കെ ഇത്ര മനോഹരമായി കാണപ്പെടുന്നത് അനേകം പേരുടെ ഉദാരമായ സാമ്പത്തിക നൽകലിൽ നിന്നൊക്കെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അതല്ല പ്രധാനപ്പെട്ടത്, അതിലും വലിയ കാര്യങ്ങളുണ്ട് എന്ന് ഈശോ പഠിപ്പിക്കുന്നുമുണ്ട്. എന്നിട്ട് ഈശോ പറയാണ്, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് ഒരു ഉപമ അവരോട് പറഞ്ഞു. നമ്മൾ ഉപമകളാണ് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉപമയുടെ ഹെഡിങ് തന്നെ ഭോഷനായ ധനികൻ എന്നാണ് നമ്മൾ പറഞ്ഞു, അല്ലേ? എ ഫൂൾ, എ റിച്ച് ഫൂൾ എന്നാണ് പറയുന്നത്, ഭോഷനായ ധനികൻ. അപ്പോൾ ഈ വ്യക്തിയെ എന്തുകൊണ്ട് ഭോഷ എന്ന് കർത്താവ് വിളിച്ചു? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട് കർത്താവ് വിളിച്ചു? കർത്താവ് നമ്മളിപ്രകാരം വായിക്കുന്നത്, ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. നല്ലൊരു പ്ലാനിങ് ഉള്ള മനുഷ്യൻ, അയാൾക്ക് കിട്ടിയ വിളവ് എപ്രകാരം സംഭരിക്കണമെന്ന്, അടുത്ത തലമുറയ്ക്കായിട്ട് അല്ലെങ്കിൽ അടുത്ത കാലങ്ങളിലേക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ കാൽക്കുലേഷൻസ് ഉള്ളൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അയാളിങ്ങനെ സംഭരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷെ അത് അതിനാൽ തന്നെ തെറ്റൊന്നുമില്ല. എന്നാൽ അടുത്ത വരികളാണ് ദോഷം വരുന്നത്. എന്നിട്ട് അയാൾ പറഞ്ഞു, വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് കർത്താവ് കുറ്റപ്പെടുത്തുന്നത്, അല്ലേ? പ്ലാനിങ്ങിനെയല്ല കുറ്റപ്പെടുത്തുന്നത്. ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, എന്തോരം പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഓരോ നേട്ടങ്ങൾ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ഈ വചനഭാഗം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കർണാടക യൂണിവേഴ്സിറ്റിയിൽ ബിടെക്കിന് 1ാം റാങ്ക് മേടിച്ച ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി ആ ഓഡിയൻസിനകത്തുണ്ടായിരുന്നു, ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരുന്നത്. അപ്പോൾ ഞാൻ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നോട് ചോദ്യം ചോദിച്ചു. ഞാനിങ്ങനെ റാങ്ക് മേടിച്ചത് വളരെയധികം പ്ലാൻ ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ എംടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്താൽ എനിക്ക് ആ റാങ്കിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, നിലനിർത്താൻ പറ്റുകയുള്ളൂ. ഡിഗ്രിക്ക് റാങ്ക് മേടിച്ച സ്ഥിതിക്ക് PGക്ക് റാങ്ക് നിലനിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഈ വചനഭാഗം കേട്ട് കഴിഞ്ഞാൽ തോന്നും നമ്മൾ പ്ലാൻ ചെയ്യണ്ടേ, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തേ പറ്റുള്ളൂ. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ റിസോഴ്സാണ് വിവേകം, വിശേഷണ ബുദ്ധി എന്നൊക്കെ പറയുന്നത്. ഒരു ലോങ് ടേം പ്ലാനിങ്ങും ഷോർട്ട് ടേം പ്ലാൻസും കൊടുക്കാൻ, ദീർഘകാല ലക്ഷ്യങ്ങളും ഹ്രസ്വകാല ലക്ഷ്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ മനുഷ്യൻ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സവിശേഷമായ സിദ്ധിയുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ പ്രശ്നം, ഇയാൾ ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം
സ്വയം അഹങ്കരിക്കുന്നുണ്ട്. സമ്പത്തിൽ അഹങ്കരിക്കുന്ന മനുഷ്യൻ അധപ്പതിക്കും. അത് വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും സംവിധാനങ്ങളാണെങ്കിലും സാമ്പത്തികത്തിൽ അഹങ്കരിച്ച് തുടങ്ങിയാൽ തിരിച്ചൊരു ഡൗൺവേർഡ് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. പല കുടുംബങ്ങളുടെയും സാമ്പത്തിക ചരിത്രമെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അപ്പനായിട്ടുണ്ടാക്കിയതും മക്കളായിട്ട് നശിപ്പിക്കുന്നതും, കുടുംബ പാരമ്പര്യം വെറുതെ വീട്ടുപേരിൽ മാത്രം നിൽക്കുന്നതും മറ്റൊന്നും ഇല്ലാതിരിക്കുന്നതും, ധനിക കുടുംബങ്ങളെന്ന് നമ്മൾ വിചാരിച്ചത് പലതും തകർന്നു പോയതും, നിസ്സാരരെന്ന് നമ്മൾ വിചാരിച്ച പല കുടുംബങ്ങളും സാമ്പത്തികവും അല്ലാതെ ഉയരുന്നതുമൊക്കെ നമുക്ക് ചുറ്റുവട്ടത്തുനിന്ന് ഒപ്പിയെടുക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇടപെടലുള്ള മേഖലയാണ് സാമ്പത്തിക മേഖല. സാമ്പത്തിക മേഖലയിൽ നമ്മൾ അഭിവൃദ്ധിപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ മുൻപിൽ എളിമപ്പെട്ട് ദൈവമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള വിചാരത്തോടെ നിന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഭോഷ, യു ഫൂൾ, ഹു ഈസ് എ ഫൂൾ ബിഫോർ ഗാഡ്, വൺ ഹു പ്ലാൻസ് ഫോർ ഹിംസെൽഫ്. ദൈവസന്നിധിയിൽ ആരാണ് വിഡ്ഢി? ദൈവത്തിൻ്റെ ഇടപെടലുകൾ മനസ്സിലാക്കാതെ പോകുന്നവർ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെക്കുറിച്ചും നിങ്ങൾ മന്ദബുദ്ധികളായി പോയോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. യു ഫൂൾസ്. അവരെ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവുസിൽ പോയ ശിഷ്യന്മാർ ഈശോയെ പഠിപ്പിക്കുന്ന ഒരു രംഗത്ത് ഈ നാട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും നീ അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നിടത്താണ് ഈശോ പറയുന്നത്, ദൈവത്തിൻ്റെ ഇടപെടലുകൾ മനസ്സിലാകാൻ പറ്റാത്ത വിധം നിങ്ങളുടെ ഹൃദയം മന്ദീഭവിച്ചു പോയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെയാണ് ഫൂൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് യു ഫൂൾ. സോ പ്ലാൻ ചെയ്യേണ്ടെന്നും ആസൂത്രണം ചെയ്യേണ്ടെന്നും ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. നമ്മുടെ വിഭവങ്ങളെ മാക്സിമം ഉപയോഗിക്കണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഞങ്ങൾ പറയേണ്ടത് നമ്മുടെ വിഭവങ്ങൾ 3 തരത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഒന്ന് അണ്ടർ യൂട്ടിലൈസേഷൻ, അല്ലെങ്കിൽ അൺയൂട്ടിലൈസ്ഡ് ഓർ മിസ്യൂട്ടിലൈസ്ഡ്. അതായത് അൺയൂട്ടിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, സാധ്യതകൾ, അത് സമ്പത്താകാം, പണമാകാം, കഴിവുകളൊക്കെ അത് മാക്സിമം ഉപയോഗിക്കാത്ത അവസ്ഥ, അതാണ് അൺയൂട്ടിലൈസ്ഡ്. അണ്ടർ യൂട്ടിലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരു തലമുണ്ട്, ഒരു പൊട്ടൻഷ്യൽ തലം എന്ന് പറയും. നമ്മൾ യഥാർത്ഥത്തിൽ എത്തി നിൽക്കുന്നൊരു സ്ഥലവുമുണ്ട്. പല കുടുംബങ്ങളും നമുക്കറിയാം ഇതിലും മെച്ചപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റും, പക്ഷേ അവർ അവിടെ എത്തുന്നില്ല. ദാറ്റ് സിറ്റുവേഷൻ ഈസ് കോൾഡ് അണ്ടർ യൂട്ടിലൈസേഷൻ, അല്ലേ? അതായത് ചില ബിസിനസ്സിൻ്റെ സാധ്യതകളൊക്കെ ഒന്ന് മനസ്സിലാകും. ഒരിക്കലും ഒരാളെ ചെരുപ്പിൻ്റെ ബിസിനസ്സിനായിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് അയച്ചു. ഒരു സംഭവകഥയാണ്. 2 പേരെ അയച്ചു. ഒരാൾ 2 പേരെ അങ്ങ് അയച്ചു. ഇന്ന രാജ്യത്ത് ചെന്ന് അല്ലെങ്കിൽ ഇന്ന ഗ്രാമത്തിൽ ചെന്ന് നമ്മുടെ ഈ ചെരുപ്പിൻ്റെ വിൽപ്പനയ്ക്കൊക്കെയുള്ള സാധ്യതകളൊന്ന് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ആദ്യത്തെ ആൾ പോയിട്ട് വന്നേച്ചും പറഞ്ഞു, അവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നമ്മുടെ ചെരുപ്പം കൊണ്ട് അങ്ങോട്ട് പോയിട്ടൊരു കാര്യവുമില്ല. രണ്ടാമത്തെ ആൾ വന്നേച്ചും പറഞ്ഞു, അവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നമ്മുടെ ചെരുപ്പിനവിടെ സാധ്യതകളേറെയുണ്ട്. നമുക്കൊരു വിൽപ്പനയ്ക്ക് നല്ലൊരു മാർക്കറ്റിന് സാധ്യതകളുണ്ട്. യു സി, ഒരേ സിറ്റുവേഷൻ, 2 മനോഭാവം. ആദ്യത്തെ ആൾ നെഗറ്റീവായിരുന്നു. ഓ, ഞാനായിട്ട് ഇനി എന്നാ ചെയ്യാനാണ്, ഈ വീട് ഇങ്ങനെയൊക്കെ പോവുള്ളൂ, ഈ കുടുംബം ഇങ്ങനെയൊക്കെ പോവുള്ളൂ, എൻ്റെ ഭാവി ഇങ്ങനെയൊക്കെ തന്നെ, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യണം. അതിനെക്കുറിച്ച് തന്നെ നിരാശയുടെ, നെഗറ്റിവിറ്റിയുടെ ലിമിറ്റ് ചെയ്യണം. രണ്ടാമത്തെ ആൾ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ സാധ്യതകൾ കാണുകയാണ്. അവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മുടെ ചെരുപ്പിന് ഡിമാൻഡ് ഉണ്ടാകും. നമ്മൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ബിസിനസ് ലോകം എന്നൊക്കെ പറയുന്നത്, അല്ലേ? സാധ്യതകളുടെ ഒരു ലോകം. ചില ഉൽപ്പന്നങ്ങൾ വിറ്റഴിഞ്ഞു പോണത് അങ്ങനെയാണ്. ചിലർ ആർക്കും ഇല്ലാത്തത് കൊണ്ട് മേടിക്കും, ചിലർ എല്ലാവർക്കും ഉള്ളത് കൊണ്ട് മേടിക്കും, ചിലർക്ക് ആർക്കും ഇല്ലാത്തത്. അപ്പോൾ ഈ ഒരു സാധ്യതകളില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടെന്നും ബിസിനസ് ചെയ്യേണ്ടെന്നും ഒന്നുമല്ല പറയുന്നത്. വിഭവങ്ങളെ വളർത്താനും ഉയർത്താനും ഉപയോഗിക്കാനും ഉള്ളതാണ്. എന്നാൽ ഈ വിഭവങ്ങളിലേക്കുള്ള നമ്മുടെ കോൺസെൻട്രേഷനിലാണ് കുഴപ്പം. അതുകൊണ്ട് ജീവിതം മുഴുവൻ ഊണ് ഉറക്കവും ഇല്ലാതെ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അവിടെയാണ് കർത്താവ് പറയുന്നത്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ട് മാത്രമല്ല ധന്യമാകുന്നത്. സമ്പത്തുള്ള എല്ലാവരും ഭാഗ്യവാന്മാരോ അനുഗ്രഹീതരോ അല്ല. ദാരിദ്ര്യമുള്ള എല്ലാവരും അനുഗ്രഹം ലഭിക്കാത്തവരോ അല്ലെങ്കിൽ ഭാഗ്യവാന്മാരല്ലാത്തവരോ ആണെന്നും അർത്ഥമില്ല കേട്ടോ. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിലുണ്ടെന്നുള്ളതാണ്. ഈ കയ്യൊപ്പിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്ന 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഒന്ന്, എ ടെമ്പറാലിറ്റി ഓഫ് വെൽത്ത്. ധനത്തിൻ്റെ ഒരു താൽക്കാലികമാണ്. പണം അല്ലെങ്കിൽ മണി ലിക്വിഡ് എന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നത്. ഇറ്റ് ഫ്ലോസ്. അതൊരു ലിക്വിഡാണ്, അത് ദ്രാവകമാണ്. അത് ഒഴുകിക്കൊണ്ടേയിരിക്കും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. ആ വാക്കിൽ നിന്നാണ് ഫ്രോസൺ അക്കൗണ്ടും ഫ്രീസ് ചെയ്യുക എന്നൊക്കെയുള്ള പാദങ്ങളൊക്കെ വരുന്നത്. പണം ലിക്വിഡ് ആയതുകൊണ്ടാണ്. നമ്മളെവിടെ കൊണ്ടേ വെച്ചാലും ബാങ്കിൽ കൊണ്ടിട്ടാൽ അത് അവിടെ ഇരിക്കുമല്ലോ, അത് ഫ്ലോ ചെയ്യുകയാണ്. മണി ഈസ് ലിക്വിഡ്. അപ്പോൾ പണം സർക്കുലേറ്റ് ചെയ്യണം. അതിനൊരു ടെമ്പറാലിറ്റി, ഒരു താൽക്കാലിക മൂല്യമാണുള്ളത്. അത് കടന്നു പോകും. അതുകൊണ്ട് നമ്മളതിനെ ഇങ്ങനെ വളരെ ഹൈലി ആയിട്ട്, എൻ്റെ സെക്യൂരിറ്റി, എൻ്റെ സുരക്ഷിതത്വം അവിടെയാണ്, ഇത്രയും കാശ് എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ സുരക്ഷിതനാണ് എന്ന് ചിന്തിക്കുന്നതാണ് മണ്ടത്തരം. ഇയാൾ അങ്ങനെ ചിന്തിച്ചു. അറപ്പുരകളൊക്കെ ഞാൻ പൊളിച്ചു പണിയും, എൻ്റെ ധാന്യമൊക്കെ ഇടും, 1 തലമുറയ്ക്കല്ല 2 തലമുറയ്ക്കല്ല 3 തലമുറയ്ക്ക് കഴിയാനുള്ളതുകൊണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കാം. ആ തിങ്കിങ് പ്രോസസ്സ്, ആ ചിന്താരീതി, ആ ആറ്റിറ്റ്യൂഡിനെയാണ് കർത്താവ് യു ഫൂൾ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ചിന്തിക്കാം, ആം ഐ എ ഫൂൾ ബിഫോർ ഗോഡ്. ഇന്ന് എനിക്ക് എന്തെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ, എൻ്റെ സാധ്യതകളുണ്ടെങ്കിൽ, തൊഴിലുണ്ടെങ്കിൽ, അത് ടെമ്പററിയാണ് കേട്ടോ, അത് താൽക്കാലികമാണ്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു നൈമിഷികതയെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് എപ്പോഴും വേണം. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. രണ്ടാമത്തത് ഒരു ഗ്രീഡിൻ്റെ അവസ്ഥയാണ്. അയാളുടെ ഒരു അത്യാർത്തി, സൂക്ഷിച്ചു വയ്ക്കുക, ആർത്തിയാണ്. ഈ പണം ആർത്തിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് തന്നെയാണ് ബൈബിളിൽ എപ്പോഴും ദ്രവ്യാഗ്രഹം എന്ന് വിളിക്കുന്നത്. ഈ ദ്രവ്യത്തെ ഇങ്ങനെ ഒരു വലിയ ആർത്തിയോടെ സമീപിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവത്തെയും മനുഷ്യനും കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ പോകും. അവർക്കൊരു പ്രയോറിറ്റൈസേഷൻ ഉണ്ടാകാതെ പോകുന്നു. ബന്ധങ്ങൾ, ചില ആളുകളെ ഞാൻ കണ്ടിട്ടില്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ, സംസാരിക്കാൻ പോലും നേരമില്ല അവർക്ക്. വീട്ടുകാരുമായിട്ടോ പങ്കാളിയുമായിട്ടോ മക്കളുമായിട്ടോ മാതാപിതാക്കളുമായിട്ടോ സമയം ചെലവഴിക്കാൻ പോലും അവർക്ക് നേരമില്ല. കാരണം അതവരുടെ പ്രയോറിറ്റിയിൽ വരുന്നില്ല. അവരുടെ പ്രയോറിറ്റിയിൽ ഈ സമയം കൂടി ഇന്ന ബിസിനസ്സും കൂടി ചെയ്തു കഴിഞ്ഞെന്നാൽ. അനേക വർഷങ്ങളായിട്ട് മാറി മാറി താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കളും മക്കളും തമ്മിൽ വർഷങ്ങളായിട്ട് അകന്ന് കഴിയുന്നവർ. എവിടെയാണ് നമ്മുടെ പ്രൈം ഇമ്പോർട്ടൻസ്? എവിടെയാണ് നമ്മുടെ പ്രൈം ഫോക്കസ്? പണമാണോ, ബന്ധങ്ങളാണോ, ജീവിതമാണോ? അപ്പോൾ ഈ ഒരു ഗ്രീഡിൻ്റെ ഭോഷത്വം, ഭോഷ എന്ന് വിളിക്കുന്നത് അല്ലേ, ആർത്തിയുടെ ഒരു ഭോഷത്വം, അവിടെ പ്രയോറിറ്റൈസേഷൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ സ്പിരിച്വൽ വെൽത്ത് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ജനറോസിറ്റി, എൻ്റെ ഉദാരത എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ മക്കളോ മാതാപിതാക്കളോ ബന്ധങ്ങളോ സഹോദരങ്ങളോ എനിക്ക് പ്രധാനപ്പെട്ടാണ്. ഇതെല്ലാം ഭൗതിക സമ്പത്തിന് ഉപരിയാണെന്നുള്ള ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ് കർത്താവ് ഈ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ആത്മാവ് നിന്നിൽ നിന്ന് ഇന്ന് ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആരുടേതാകും. അതുപോലെ തന്നെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ സമ്പത്ത് നമുക്ക് വേണ്ടി ശേഖരിച്ച് വയ്ക്കുന്നതിന്. സോ യു ബിക്കം റിച്ച് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്, അല്ല ഇൻ ദ പ്രിമിസസ് ഓഫ് ഗോഡ്. മീൻസ് ദൈവസന്നിധിയിൽ ദൈവിക പുണ്യത്തിൽ സമ്പന്നനാവുക എന്നുള്ളത്. ദൈവിക പുണ്യത്തിൽ സമ്പന്നനാവുക എന്ന് പറയുമ്പോൾ മാനുഷിക സമ്പത്ത് വേണ്ട എന്നുള്ളതല്ല, പ്രയോറിറ്റൈസേഷനാണ്. വേർ ഈസ് യുവർ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സിനിമാ താരം പറഞ്ഞതുപോലെ, ഞാനിനി നിർത്തുകയാണ് എൻ്റെ അഭിനയം, എനിക്ക് എൻ്റെ പേരക്കുട്ടികളുമായിട്ട് കളിക്കണം, ചിരിക്കണം. എൻ്റെ മക്കൾ വളരുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് അടുത്ത ഷൂട്ടിങ്ങിൽ ഇങ്ങനെ ഓട്ടമായിരുന്നു. അന്നതെനിക്ക് ആവശ്യവുമായിരുന്നു ഒരു പരിധി വരെ. പക്ഷെ ഇന്ന് ഞാൻ നോ പറയാൻ പഠിക്കുന്നു. അപ്പോൾ ചില കാര്യങ്ങളിൽ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ കർത്താവ് വിഡ്ഢിയാകാതിരിക്കാൻ നമ്മളെ നിയോഗിക്കുന്ന മേഖല. വിഡ്ഢിയാകാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ നമുക്കെല്ലാവർക്കും ഒരു റിസോഴ്സ്ഫുൾനെസ് ഉണ്ടെന്നും കർത്താവ് പറയുന്നുണ്ട് അല്ലേ. അയാൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അയാൾ സമൃദ്ധമായ വിളവ് നൽകുകയും അയാൾ അതിനെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണി. ഇയാൾക്ക് ഭയങ്കര കാൽക്കുലേഷനും റിസോഴ്സ്ഫുൾനെസ്സും ഉണ്ട്. ഈ റിസോഴ്സ്ഫുൾനെസ് നമ്മൾ ഉപയോഗിക്കുകയും വേണം താനും. മെറ്റീരിയൽ വെൽത്ത് ഉണ്ടാക്കണമെങ്കിൽ റിസോഴ്സ്ഫുൾനെസ് ഉണ്ട്. നമുക്ക് വലിയ ദേവാലയങ്ങളുണ്ടെങ്കിൽ, നമുക്ക് വലിയ സഭാ സംവിധാനങ്ങളുണ്ടെങ്കിൽ, നമ്മളുടെ ജീവിതം വളരെ മനോഹരമായിട്ട് വ്യക്തിപരമായിട്ടും സാമൂഹ്യപരമായിട്ടും സഭാപരമായിട്ടും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അനേകം പേരുടെ റിസോഴ്സ്ഫുൾനെസ് അതിൻ്റെ പിന്നിലുണ്ട്. ചില സഭാ സംവിധാനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആർക്കും വേണ്ടാത്ത കുറച്ച് സ്ഥലം മേടിക്കും, കുറച്ചധികം സ്ഥലം മേടിക്കും, പിന്നെ അതിന് മാർക്കറ്റ് ഉണ്ടാകാൻ തക്കത്തിൽ അതിനിടയിൽ റോഡുകൾ പണിയുന്നു,
ചെറിയ സ്കൂളുകൾ സ്ഥാപിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഏരിയ മൊത്തം ഡെവലപ്പ് ചെയ്യുന്നു. കണ്ടു നിൽക്കുന്നവർ പറയാറുണ്ട് കണ്ണായ സ്ഥലമൊക്കെ ഇവരുടെ കയ്യിലാണ്. സത്യത്തിൽ അവർ കണ്ണായ സ്ഥലമാക്കിയതിനെ മാറ്റിയതാണ്. അങ്ങനെ അല്ലായിരുന്നു വാങ്ങിച്ചപ്പോൾ. അവർ റോഡ് പണിതും സ്ഥാപനങ്ങൾ പണിതും മറ്റു വല്ല സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇണക്കിയുമൊക്കെ ആ സ്ഥലത്തെ കണ്ണായ സ്ഥലമാക്കി മാറ്റിയതാണ്. ചില വ്യക്തികളുടെ ദീർഘദൃഷ്ടി നമ്മളവിടെ കാണുന്നുണ്ട്. ദ റിസോഴ്സ്ഫുൾനെസ് എന്ന് പറയും. ദ റിസോഴ്സ്ഫുൾനെസ് ഈ ദീർഘദൃഷ്ടി ഉള്ളത് കൊണ്ടാണ് തലമുറകൾക്ക് അനുഗ്രഹമായി മാറുന്ന രീതിയിൽ. ഇപ്പം നമ്മുടെ ഒരു ദേവാലയമൊക്കെ എടുത്തു കഴിഞ്ഞാൽ എത്ര തലമുറകൾക്കാണ് അത് അനുഗ്രഹമായിട്ട് മാറുന്നത്. ചില സ്ഥാപനങ്ങൾ, സ്കൂളാകാം, മറ്റു പലതുമാകാം, തലമുറകൾക്ക് അനുഗ്രഹമായി മാറുകയാണ്. അപ്പോൾ റിസോഴ്സ്ഫുൾനെസ്സിനെ നമ്മൾ ഉപയോഗിക്കണം. നിങ്ങളതിൻ്റെ കൃത്യം അതിൻ്റെ അനാലിസിസ് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മുടെ വിഭവങ്ങളെ മാക്സിമം ഉപയോഗിക്കുക, സാധ്യതകളെ മാക്സിമം വളർത്തുക. പക്ഷേ അതിൽ അഹങ്കരിക്കുമ്പോഴാണ് നമ്മൾ വിഡ്ഢികളായി മാറുന്നത്. എനിക്കിത് സുരക്ഷിതത്വം തരുന്നുണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുരക്ഷിതത്വം ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അതാണ് ഇന്ന് രാത്രിയിൽ നിൻ്റെ ആത്മാവ് എന്നുള്ള പദം കൊണ്ട് കർത്താവ് ഉപയോഗിക്കുന്നു. പക്ഷ ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ നിലനിന്ന് ആവശ്യപ്പെടുക. അൾട്ടിമേറ്റ് അതോറിറ്റി, ദ സുപ്രീം അതോറിറ്റി കർത്താവാണ്. ഇത് തരുന്ന പ്രത്യാശയാണ് പ്രത്യാശയുടെ തീർത്ഥാടകർക്ക് ഈ വർഷം ഉണ്ടാകേണ്ടത്. കാരണം ഞാൻ കർത്താവിനോടാണ് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്. കർത്താവ് നൽകുന്ന വിഭവങ്ങളോടല്ല, മെറ്റീരിയൽ തിങ്സിനോടല്ല, ഇതിൻ്റെ ദാതാവിനോടാണ്. ദാതാവ് എന്നിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നു, അല്ലേ? നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ ദാതാവ് എന്നോട് ആവശ്യപ്പെടുന്നു. ഓർക്കണം, അത് തന്നെ എൻ്റെ റിസോഴ്സസിൻ്റെ ഉപയോഗത്തിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കും ദൈവപരിപാലനയിൽ ആശ്രയിക്കും. തുടർന്ന് അതുകൊണ്ട് ലൂക്കാസ് സുവിശേഷകൻ തുടർന്ന് ഈ ഉപമയ്ക്ക് ശേഷം പറയുന്നത്, അതുകൊണ്ട് എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പരയോ ഇല്ല. നേരത്തെ ഒരു കളപ്പുരയെക്കുറിച്ച് പറഞ്ഞ കോണ്ടെക്സ്റ്റിൻ്റെ തുടർച്ചയാണെന്ന് ഓർക്കണം. കളപ്പുരകളില്ലാത്ത ജീവജാലങ്ങളെക്കുറിച്ച് കഥ പറയുന്നു. പക്ഷേ ദൈവം അവരെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം നിങ്ങൾക്ക് നീട്ടാൻ പറ്റുമോ? ഏറ്റവും നിസ്സാരമായ ഇവയെപ്പോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി എന്തിന് ആകുലരാകും? തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ അറിയാവുന്നതാണ്. വലിയ ലില്ലിപ്പൂക്കളെയും സോളമനുമായിട്ട് കമ്പയർ ചെയ്തുമൊക്കെ കർത്താവ് പറയുന്നുണ്ടല്ലേ. എന്നിട്ട് പറയുന്നു, കർത്താവ് നിങ്ങളെ അണിയിക്കും. എത്ര ഭംഗിയായി നിങ്ങളെ അണിയിക്കുകയില്ല എന്ന് പറഞ്ഞ അർത്ഥം ദൈവം നിങ്ങളെ അണിയിക്കും എന്നാണ്. എന്നിട്ട് പറയുന്നു, ഈ ലോകത്തെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കേണ്ടത്, അതുകൊണ്ട് ആകുല ചിത്തരാകേണ്ട. പ്രത്യാശയുടെ തീർത്ഥാടകരായിക്കൊണ്ടിരിക്കുന്ന ഈ വർഷം നമ്മൾ കർത്താവ് പറയുന്ന ഒരു ആകുലത, അത് ദൈവത്തിൽ ട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണ്. എന്ത് സംഭവിക്കും, എന്ത് ചെയ്യും? ചിലരൊക്കെ എന്നോട് ചോദിക്കും, പഠിച്ചിട്ട് എന്ത് കാര്യം, ജോലി കിട്ടുമോ, ജോലി കിട്ടിയിട്ട് എന്ത് കാര്യം, നല്ല കല്യാണം നടക്കുമോ, നല്ല കല്യാണം നടന്നാൽ തന്നെ നിലനിൽക്കാൻ പറ്റുമോ? എന്തെല്ലാം ആകുലതകളാണ്. കർത്താവ് പറയുന്നത് ട്രസ്റ്റിംഗ് ഫെയ്ത്തിനെ കുറിച്ചാണ്. ദൈവത്തിലെ ആശ്രയിക്കുന്നൊരു വിശ്വാസം. ഫെയ്ത്ത് ആണ് വിശ്വാസം. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. ആശ്രയിക്കുന്ന കർത്താവ്, ഐ ബിലീവ് ഇൻ യു, ആശ്രയിക്കുന്നൊരു വിശ്വാസത്തിലേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, കർത്താവ് പറയുന്നു, നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴുകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. യു ഇൻവെസ്റ്റ് ഇൻ ഗാഡ്, ഇൻവെസ്റ്റ് ഇൻ ഗാഡ്, ഇൻവെസ്റ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. മറ്റൊരു ധനികനായ യുവാവ് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നുണ്ടല്ലേ, ദൈവരാജ്യത്തിൻ്റെ അവകാശമാകാൻ ഞാനെന്ത് നന്മയാണ് ചെയ്യേണ്ടത്? സോ നമ്മുടെ ഹെറിറ്റേജ് കിങ്ഡം ഓഫ് ഗോഡാണ്, ദൈവരാജ്യമാണ്. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിലായിരിക്കാം. അങ്ങനെ ദൈവരാജ്യത്തിലായിരിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഈ പറഞ്ഞ ഉപമ ഓർക്കുക. കർത്താവ് തന്ന റിസോഴ്സസിനെ ഉപയോഗിക്കുക, കർത്താവ് തന്ന റിസോഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നാൽ ഇത് വെൽത്ത് ടെമ്പററി ആണെന്നുള്ള ബോധ്യമുണ്ടാവുക, അല്ലേ? അതിൻ്റെ ഒരു എന്താ പറയുക, ഫോളിനെസ്, അത് അത്രത്തേക്കേ ഉള്ളൂ എന്നൊരു ചിന്ത വരിക. അതിനേക്കാളും വലുത് ദൈവരാജ്യത്തിൽ സമ്പത്ത് ഉണ്ടാക്കണം. ആ ചിന്തയുണ്ടെങ്കിൽ ഉണ്ടാക്കിയ സമ്പത്തിനെ വിതരണം ചെയ്യാനും സാധിക്കുന്നു.
സോ മിസ് യൂട്ടിലൈസേഷന് പോകാതെ, ഞാനൊരു അൺയൂട്ടിലൈസേഷൻ പറഞ്ഞു, ഒരു അണ്ടർ യൂട്ടിലൈസേഷൻ പറഞ്ഞു. മൂന്നാമത്തെ ഒരു തലം ഒരു മിസ് യൂട്ടിലൈസേഷനാണ്. ദൈവം നമുക്ക് തന്ന വിഭവങ്ങളെ ദുരുപയോഗിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ദൈവരാജ്യത്തിൽ നമ്മുടെ സമ്പത്തിനെ മുതൽക്കൂട്ടാം. നമ്മുടെ ജീവിതം അനേകർക്ക് പ്രയോജനമാകത്തക്ക രീതിയിൽ ജീവിതത്തെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. പ്രത്യാശയുടെ പ്രവാചകരാകാൻ, നിരാശയുടെ അല്ല, അസ്വസ്ഥതയുടെ അല്ല, പ്രത്യാശയുടെ പ്രവാചകരാകാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി.